സ്തുതിയായിരിക്കട്ടെ. ആദ്യമായിട്ടാണ് ഈ നന്മ മരം കൂട്ടായ്മയിലേക്ക് വരുന്നത്. ഒത്തിരി മനോഹരമാണ്. ഇതിലേക്ക് വരാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. അപ്പൊ നമുക്ക് ഇന്ന് പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാള് നമ്മൾ ആഘോഷിക്കുകയാണല്ലോ. അപ്പോ അമ്മയെ കുറിച്ച് എനിക്ക് പറയാനുള്ള ധൈര്യമൊന്നും ഇല്ല. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുന്നു. അമ്മയെ കുറിച്ച് പറയാനാവുമ്പോൾ നമുക്ക് ഓരോ അനുഭവങ്ങളുണ്ടല്ലോ. അപ്പോ നമുക്ക് പ്രാർത്ഥനാപൂർവ്വം അമ്മയോടൊപ്പം ഇരുന്ന് നമുക്ക് ധ്യാനിക്കാം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, അല്ലേ? പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഈ സമയത്ത് ഞങ്ങൾ ഓരോരുത്തരെയും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന അവസ്ഥകൾ അമ്മയ്ക്ക് അറിയാവല്ലോ. ഞങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങള്, ഞങ്ങളുടെ ജീവിതാന്തസ്സുകൾ എല്ലാം അമ്മ അറിയുന്നുണ്ടല്ലോ. അപ്പോ അമ്മയുടെ വലിയ മാധ്യസ്ഥം ഈ സമയത്ത് തേടുന്നു. അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കപ്പെടുന്ന എല്ലാം അതിന്റെ എല്ലാ അവസ്ഥകളോടും കൂടെ അമ്മ ഈശോയുടെ തിരുഹൃദയത്തിന് കൊടുക്കുമല്ലോ. അങ്ങനെ ഈ സമയം മുഴുവൻ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഞങ്ങളെല്ലാവരും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കപ്പെടട്ടെ. ഈ സമയത്ത് ഞങ്ങൾ കേൾക്കുന്നതും പറയുന്നതും എല്ലാം അമ്മയുടെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാല് ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഹിതപ്രകാരം മാത്രമായിരിക്കട്ടെ. ഈശോയുടെ തിരുരക്തത്തിന്റെ വലിയ സംരക്ഷണം പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മേടിച്ചു തരണമേ. ഞങ്ങളുടെ ചുറ്റും ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളും സാഹചര്യങ്ങളിലേക്കെല്ലാം ഈശോയുടെ തിരുരക്തത്തിന്റെ സംരക്ഷണം വ്യാപരിക്കട്ടെ. വചനങ്ങളുടെ സംരക്ഷണം വ്യാപരിക്കട്ടെ. മുഖ്യദൂതന്മാരുടെ പ്രത്യേകമാധ്യസ്ഥം വിശുദ്ധ മിഖായേലെ, റഫായേലെ, ഗബ്രിയേലെ 7 മുഖ്യദൂതന്മാരെ, നവവൃന്ദ മാലാഖമാരെ, ഞങ്ങളുടെ പേരിന്റെ കാരണഭൂതരായിരിക്കുന്ന വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, സകല വിശുദ്ധരെ, സ്വർഗവാസികളായിട്ടുള്ള സകലരുമേ ഞങ്ങൾക്ക് വേണ്ടി ഈ സമയത്ത് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ പ്രിയ മണവാട്ടിയായ പരിശുദ്ധ മറിയത്തിന്റെ ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ ഞങ്ങളിൽ വന്ന് വസിക്കണം. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ ജന്മതിരുനാളിന്റെ എല്ലാ മംഗളങ്ങളും ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. പരിശുദ്ധ അമ്മയെ കുറിച്ച് നമുക്കെല്ലാം ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടാവും, അനുഭവങ്ങൾ പറയാനുണ്ടാവും. അപ്പോ ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ കേട്ട് നോമ്പെടുത്തു. പരിശുദ്ധ അമ്മയെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു കാണും, വചനത്തിലൂടെ ഒക്കെ നമ്മൾ ധ്യാനിച്ചു കാണും. ഇപ്പൊ പരിശുദ്ധ അമ്മയെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത, നമ്മളെല്ലാം എപ്പോഴും കേൾക്കുന്ന ഒരു വചനഭാഗമാണല്ലോ. യോഹന്നാന്റെ സുവിശേഷത്തില് 2-ാം അധ്യായത്തിൽ കാണുന്ന കാനായിലെ വിവാഹ വിരുന്ന്. അപ്പോ ആ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ എടുത്ത് ധ്യാനിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന്റെ ശക്തി എന്തേരെയാണ് എന്നാണ് അതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഇതിന്റെ ഓരോ വാക്യങ്ങളും എടുത്ത് നമ്മൾ ധ്യാനിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ കാണുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് 3-ാം ദിവസം ഗലീലയിലെ കാനായില് ഒരു വിവാഹ വിരുന്ന് നടന്നു, ഒരു കല്യാണം. അത് ഏത് കോണ്ടെക്സ്റ്റിലും നമുക്ക് എടുക്കാം. ഇപ്പൊ ഇവിടെ സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നത് ഒരു വിവാഹത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റ് ആണ്. അപ്പൊ അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അപ്പോ അതിൻ്റെ അകത്ത് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളൊക്കെ കല്യാണത്തിനും ഓരോ ഫംഗ്ഷനും ഒക്കെ പോകുന്നതാണല്ലോ. അപ്പൊ നമ്മള് ഒന്ന് ധ്യാനിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമുക്ക് ഏറ്റവും ബന്ധമുള്ള, ഏറ്റവും അടുപ്പമുള്ള ഒരാളുടെ വീട്ടിലേക്ക് നമ്മൾ ഒരു ഫംഗ്ഷന് പോവുകയാണെങ്കിൽ ആള് വിളിക്കണമെന്നൊരു നിർബന്ധവും ഇല്ലല്ലോ. നമ്മൾ വിളിച്ചില്ലേലും നമ്മൾ ആ സ്ഥലത്ത് എത്തിയിരിക്കും, അല്ലെ അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിച്ചിരിക്കും. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഈ പരിശുദ്ധ അമ്മയ്ക്ക് ആ വീടുമായിട്ട് വലിയൊരു ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതാണല്ലോ ഈ വചനഭാഗം ധ്യാനിക്കുമ്പോൾ നമുക്ക് യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് വലിയൊരു ബന്ധം ഉള്ള ഒരവസ്ഥ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഒരിക്കലും ഒരിടത്തും വഴിമുട്ടി നിൽക്കാൻ അമ്മ സമ്മതിക്കുകയില്ല.
ഈ തുടർന്നും വചനഭാഗങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നു, ഒരുപക്ഷെ വീട്ടുകാർ പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവിടെ അങ്ങനെ ഒരു വലിയൊരു ആ, ഒരു ദുരന്തം ഉണ്ടാകാൻ പോകുന്നത്. നമുക്കറിയാം യഹൂദ പശ്ചാത്തലമാണ്. അപ്പൊ യഹൂദ പശ്ചാത്തലത്തില് നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്, വീഞ്ഞ് എന്ന് പറയുന്നത് വലിയൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വിവാഹ വേളയില്. അപ്പൊ വീഞ്ഞ് തീർന്നു പോവുക എന്ന് പറഞ്ഞാൽ ആ വിവാഹം മുടങ്ങി എന്നുള്ളതാണ് അതിന്റെ തുടർന്ന് വരുന്നത്. പിന്നെ ഒരിക്കലും ആ ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ അവർ അവർക്ക് പിന്നെ വിവാഹത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞ, കാരണം ഒരു എന്തോ ഒരു ശാപം കിട്ടിയ പോലത്തെ ഒക്കെ ഉള്ള ഒരു ചിന്ത ഉള്ള ഒരു തലമാണ് അതിന്റെ. അപ്പൊ ആ ഒരു വലിയ അപകടത്തിന്റെ അവസ്ഥയിലാണ് ഇവിടെ ഇങ്ങനെ വലിയൊരു മറക്കള് സംഭവിക്കുക. അപ്പോൾ അതിന് നമ്മൾ കാണുന്നത് പരിശുദ്ധ അമ്മയുടെ വലിയൊരു മാധ്യസ്ഥമാണ്. അപ്പോ പരിശുദ്ധ അമ്മയോട് നമുക്ക് ഒരു ബന്ധം ഉണ്ടെങ്കിൽ അമ്മ എപ്പോഴും നമ്മളെ എത്തിക്കുന്നത് ഈശോയിലേക്കാണ്. അതല്ലേ പറയുന്നത്? അപ്പൊ അമ്മ പറയുന്നത് ഇതാണ്, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിൻ. അവൻ പറയുന്നത് പോലെ. അമ്മയുടെ ഒരു പ്രത്യേകത എല്ലാരെയും കൂട്ടിക്കൊണ്ട് ഈശോയിലേക്ക് കൊണ്ടുപോകും. അത് വലിയൊരു മനോഹരം. നമ്മൾ ഏത് അവസ്ഥയിലാണോ, നമുക്ക് ഒരുപക്ഷെ നമ്മുടെ ഈ യാത്രയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചില കുറവുകൾ വരുന്നത് നമ്മൾ പോലും അറിയണമെന്ന് നിർബന്ധമില്ല. പക്ഷെ പരിശുദ്ധ അമ്മയോട് നമുക്കൊരു ബന്ധം ഉണ്ടെങ്കിൽ അമ്മ അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കിച്ച് ഇതിന്റെ അപകടങ്ങൾ മനസ്സിലാക്കി മുന്നറിയിപ്പ്. നമ്മളറിയും മാതാവിന്റെ വലിയൊരു പുണ്യമാണ് തിടുക്കത്തിൽ, മേരി ഇൻ ഹേസ്റ്റ് എന്ന് പറയും. എലിശാമ്മയെ സന്ദർശിക്കാൻ പോകുമ്പോൾ പറയും തിടുക്കത്തിൽ പുറപ്പെട്ടു. അപ്പോ പാപത്തിലേക്കുള്ള നമ്മുടെ ചായ്വുകൾ അവിടെ നിൽക്കും. തിടുക്കത്തിൽ നമ്മളെ അതിൽ നിന്ന്, ആ അപകടത്തിൽ നിന്ന് കൊണ്ടുവരാൻ, തിരിച്ച് പുറത്തു കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കുന്ന ഒരു വലിയൊരു ബന്ധമാണ്. അപ്പോൾ അതാണ് നമ്മള് വിശുദ്ധ ഡൊമിനിക് സാവിയോയെ ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ ഡൊമിനിക് സാവിയോയുടെ ചരിത്രത്തില്, ജീവചരിത്രം വായിക്കുമ്പോൾ ഡോൺ ബോസ്കോ പിതാവിന്റെ കൂടെയാണ് ഡൊമിനിക് സാവിയോ ഉണ്ടായിരുന്നത്. അപ്പോ ഡൊമിനിക് സാവിയോ മരിച്ചതിന് ശേഷം ഈ ഡോൺ ബോസ്കോ പിതാവിന് ഒരു ദർശനമായിട്ട് സ്വപ്നത്തിലും ഡൊമിനിക് സാവിയോ പ്രത്യക്ഷപ്പെടുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു വർണ്ണന അത്ഭുത ബാലൻ ഡൊമിനിക് സാവിയോ എന്ന ഡോൺ ബോസ്കോ പിതാവിന് എഴുതിയ ഒരു പുസ്തകത്തിന്റെ അവസാനത്തെ ചാപ്റ്ററിൽ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഇങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഡോൺ ബോസ്കോ പിതാവ് ചോദിക്കുവാണ്, ഡൊമിനിക്കെ, നിന്റെ ജീവിതത്തില് നീ അഭ്യസിച്ച ഏത് പുണ്യമാണ് മരണസമയത്ത് നിന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത്? നിന്റെ ശുദ്ധത എന്ന പുണ്യമാണോ, അല്ല അനുസരണം എന്നുള്ള പുണ്യമാണോ, അല്ലെങ്കിൽ വിധേയത്വം എന്ന പുണ്യമാണോ, അല്ലെങ്കിൽ എന്താണ് നിന്റെ മരണസമയത്ത് നിന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത്? അപ്പൊ അതിൻ്റെ അകത്ത് ഡൊമിനിക് സാവിയോ വളരെ സന്തോഷത്തോടുകൂടി വലിയ പ്രകാശിച്ച് മറുപടി പറയുന്നതായിട്ട് അതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊന്നുമല്ല, പരിശുദ്ധ അമ്മയോട് എനിക്കുണ്ടായിരുന്ന വലിയൊരു ബന്ധം, അതാണ് എന്നെ മരണസമയത്ത് ഏറ്റവും കൂടുതൽ സഹായിച്ചത്. അപ്പോ ഒരു സംശയമില്ലാത്തൊരു കാര്യം, പരിശുദ്ധ അമ്മയോട് ബന്ധമുള്ള ഒരാളുടെ ജീവിതം പാതി വഴി അവസാനിക്കാൻ, അല്ലെ വഴി കിടക്കാൻ പരിശുദ്ധ അമ്മ സമ്മതിക്കുകയില്ല. ഞാൻ ഒരു അച്ഛൻ പറഞ്ഞ ഒരു ഷെയറിങ് ഞാൻ ഓർക്കുക. അച്ഛൻ പറഞ്ഞത്, അച്ഛൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോ കുറെ കിലോമീറ്ററുകൾ ബൈക്ക് ഓടിച്ചാണ് അച്ഛൻ കോളേജിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അത് ഇച്ചിരി ഉള്ളിലൂടെ ഒക്കെയുള്ള വഴിയിലൂടെ പോകുന്ന ഒരു സമയമുണ്ട്. അപ്പോ അങ്ങനെ ഒരു തവണ ഇങ്ങനെ ബൈക്ക് ഓടിച്ചു പോയപ്പോ പെട്ടെന്ന് പെട്രോൾ തീർന്നു പോയി, വണ്ടി ഓഫായി പോയി. അപ്പോ അച്ഛൻ നോക്കിയപ്പോ റിസർവ് ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു 2 ദിവസം ഏതാണ്ട് ആയത്. അപ്പൊ ടോട്ടലി ഇത് ഈ ബൈക്കിന്റെ ടാങ്ക് കാലിയ എന്ന് പറഞ്ഞാൽ പെട്രോൾ മൊത്തം തീർന്നു. അച്ഛന് ഇനിയും കിലോമീറ്ററുകൾ സഞ്ചരിച്ചാലേ അച്ഛന്റെ ആശ്രമത്തിൽ എത്താൻ പറ്റുള്ളൂ. അപ്പോ അച്ഛൻ ഇങ്ങനെ ബൈക്ക് ഉന്താൻ തുടങ്ങി. അപ്പോ ഈ അച്ഛന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ബൈക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു ധാരാളം ജപമാലയും 3, 4, 5, 6, 7 ഒക്കെ ജപമാല അങ്ങോട്ടും ഇങ്ങോട്ടുള്ള 1 മണിക്കൂറോളം യാത്രയുണ്ട്. അപ്പോ ഒത്തിരി ജപമാല ചെല്ലുമായിരുന്നു എന്ന് അച്ഛൻ ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോ ഇങ്ങനെ ഒരു സംഭവം നടന്ന ആ ഒരു സമയത്ത് അച്ഛന് പറയുന്ന ഒരു കാര്യം, ഇങ്ങനെ ഉന്തി ആകപ്പാടെ തളർന്നു പോയി. എന്നിട്ട് അച്ഛൻ ഇങ്ങനെ വിഷമത്തോടെ പറഞ്ഞു, പരിശുദ്ധ അമ്മേ, ഞാൻ മടുത്തു, എനിക്ക് പറ്റുകയില്ല എന്ന് പറഞ്ഞാൽ ഇനിയും കിടക്കുക കിലോമീറ്റർ. കാരണം അവിടെ ഒന്നും പെട്രോൾ പമ്പ് ഒന്നുള്ള സ്ഥലം, ഒരു റൂറൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഉൾപ്രദേശത്തൂടെയാ പോകുന്നത്. അപ്പൊ ഉള്ളിൽ നിന്ന് ഒരു സ്വരം കേൾക്കുന്ന പോലെ, നീ ബൈക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോ അച്ഛൻ പെട്രോളൊന്നും ഇല്ല, കാരണം ഫുൾ തീർന്നതാണ്. അപ്പോ അങ്ങനെ
ആ ഒരു സ്വരം കേട്ടതിന്റെ വെളിച്ചത്തില് അച്ഛൻ ആ ബൈക്ക് ഒന്നുകൂടി ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കുക. അപ്പൊ ബൈക്ക് അങ്ങ് സ്റ്റാർട്ടായെന്ന് അച്ഛൻ പറഞ്ഞു. എന്നിട്ട് അങ്ങ് ഓടിക്കുക. ഏകദേശം ഒരു 9 കിലോമീറ്ററോളം, ഇത് ഒട്ടും അതിശയോക്തി ചേർത്ത് പറയാം, അച്ഛന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു പറഞ്ഞൊരു സംഭവമാണ്. അപ്പൊ ഒരു 9 കിലോമീറ്ററോളം ബൈക്ക് ഓടിയെന്നാ പറയുന്നത്. ഓടിയിട്ട് ആ ബൈക്ക് പിന്നെ ഒരു സ്ഥലം എത്തിയപ്പോഴത്തേക്കും നിന്നുപോയി. അപ്പൊ മുന്നോട്ട് നോക്കുമ്പോൾ അവിടെ ഒരു പെട്രോൾ പമ്പ്. അപ്പോ ഇതാ പറഞ്ഞത്, അതായത് പരിശുദ്ധ അമ്മയോട്, ഇത് ഭൗതികമായിട്ടുള്ള ഒരു തലമാണെങ്കിൽ ഇത് ആത്മീയമായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാല്, പരിശുദ്ധ അമ്മയോട് നമുക്ക് ഒരു ബന്ധമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വഴി കിടക്കാനായിട്ട് ഒരിക്കലും പരിശുദ്ധ അമ്മ സമ്മതിക്കുക. എത്രയും പെട്ടെന്ന് അവനെ ഈശോയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യം അമ്മയ്ക്കുണ്ട്. സഭയുടെ അമ്മയാണല്ലോ പരിശുദ്ധ അമ്മ. അപ്പോൾ സഭയെ ഈശോയിലേക്ക് എത്തിക്കാനുള്ള വലിയൊരു നിയോഗം, ഒരു ഒരുക്കം പരിശുദ്ധ അമ്മ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഷാലോം മാസികയുടെ ഒരു അനുഭവം എന്താണെന്ന് ഡെനിസാറൊക്കെ പറയുന്ന ഒരു പക്ഷെ നിങ്ങൾ കേട്ട് കാണാം. അതായത് ആദ്യമേ ഇങ്ങനെ സ്റ്റക്കായി നിന്ന സമയത്ത് ആ മാസികയുടെ ഇത് കൂട്ട് സർക്കുലേഷൻ മാനേജറായിട്ട് പരിശുദ്ധ അമ്മയെ അങ്ങ് ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ, പിന്നെ ഷാലോമിന്റെ തുടക്കത്തിൽ മാതാവിന്റെ ഫോട്ടോ ഇപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രയർ, അപ്പം പരിശുദ്ധ അമ്മയെ അതങ്ങ് ഭരണം ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോ വലിയ അത്ഭുതം നടക്കുന്നതായിട്ട് അദ്ദേഹം പറയുന്ന ഒരു സാക്ഷ്യം നമ്മളെല്ലാവരും പക്ഷെ കേട്ടുകയാണ്. അപ്പോ അത് വലിയൊരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് ഈ അമ്മയോടുള്ള ഒരു ബന്ധം അത് നമുക്ക് എവിടെയെങ്കിലും ഒക്കെ മുറിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് തിരിച്ചു പിടിക്കാവോ, നമുക്കൊന്ന് പരിശ്രമിക്കാം. അപ്പൊ നമുക്കറിയാം, എന്റെ ഒത്തിരി അനുഭവത്തിൽ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ പരിശുദ്ധ അമ്മയോട് ബന്ധം ഉണ്ടെങ്കിൽ ഞാൻ എവിടെ പോയാലും, ഏത് സ്ഥലത്തൊക്കെ പഠിക്കാൻ പോയാലും, അവിടെയെല്ലാം ആദ്യം കാണിച്ചു തരുന്ന ഒന്ന് കുമ്പസാരക്കൂട്, 2 കുർബാനയ്ക്കുള്ള സാധ്യത, ഔദാശിക ജീവിതം, അതിനൊരു ബ്ലോക്കും വരാൻ അമ്മ സമ്മതിക്കുകയാണ്. അപ്പോ അതാണ് ജപമാല. ഈ ലൂയി ഡി മോൺഫോർട്ട് പറയുന്നുണ്ടല്ലോ, ജപമാല ചെല്ലുന്ന ഒരാള് ഒരിക്കലും നിത്യനരകത്തിൽ നശിക്കാൻ അനുവദിക്കുകയില്ല എന്നെന്റെ ജീവരക്തം കൊണ്ട് ഞാൻ എഴുതി ഒപ്പിട്ട് തരാമെന്ന് അദ്ദേഹം പറഞ്ഞു. വലിയൊരു സത്യമാണ്. എനിക്കൊരു പയ്യനെ അറിയാം. അവന് ഒത്തിരി തിന്മയുടെ വഴികളിലൂടെ ഒക്കെ നടന്നൊരു കുഞ്ഞാ. പക്ഷേ അവൻ പറഞ്ഞൊരു അനുഭവം, കുർബാന ഒക്കെ പോകാനൊക്കെ ഒരു ബുദ്ധിമുട്ട്, കുമ്പസാരം ഇല്ല, അതൊന്നുമില്ല, ഒത്തിരി പാപത്തിലൂടെ ഒക്കെ പോയ ഒരു പയ്യനാ. അപ്പൊ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നാക്കെയാന്ന് പറഞ്ഞാലും എനിക്ക് എന്റെ അമ്മയോടൊരു സ്നേഹമുണ്ട്. ഒരു 3 നന്മ നിറഞ്ഞ മറിയേലും ചെല്ലാതെ ഞാൻ കിടക്കുകയില്ല. വേറെ ഒന്നും കുരിശുവരയ്ക്കാനൊന്നും കൂടാറൊന്നുമില്ല. അപ്പോ എന്നാ അവൻ പറഞ്ഞതാണ്, ഒരു 3 നന്മ നിറഞ്ഞ മറിയേലും ചെല്ലാതെ ഞാൻ കിടക്കുകയെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല, മാതാവിനോട് എന്തോ ഒരു സ്നേഹമാണ്. അപ്പൊ കഴുത്തെ കൊന്തയൊക്കെ ഇടും. പക്ഷെ അപ്പൊ ഇത് രണ്ടും എങ്ങനെയാ ചേരുന്നത്? ഈ പാപവും ഇതും ശരിയല്ല. അപ്പൊ അതാ പറഞ്ഞ, എന്നിട്ട് അവന്റെ ഒരു അനുഭവത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, ഒരു ഘട്ടം കഴിഞ്ഞപ്പോ എനിക്ക് ഈ നന്മ നിറഞ്ഞ മറിയം ചെല്ലാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെ വന്നു എന്ന് പറഞ്ഞാൽ, അത് ചെല്ലാൻ നോക്കിയിട്ട് നടക്കുന്ന എന്തൊക്കെ ബ്ലോക്ക് ആയി പോകും. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ, അമ്മയോടുള്ള ഒരു ബന്ധം നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ചിന്ത. അപ്പൊ അവൻ പറഞ്ഞാണ്, അപ്പൊ അവൻ തന്നെ ഇത് ശരിയായല്ല എന്ന് മനസ്സിലാക്കി അവൻ തന്നെ ഒരു ധ്യാനം കൂടാൻ തീരുമാനം എടുക്കും. അങ്ങനെ ഈ നമുക്കെല്ലാം അറിയാവുന്ന സ്ഥലമാണല്ലോ ഈ അണക്കര മരിയൻ ധ്യാനം. അവിടെയൊക്കെ ഒരു ധ്യാനത്തിന് സീറ്റ് കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോ ഇവന് അതൊന്നും അറിയാതെ ആ ധ്യാനത്തിന്റെ ബുക്കിങ്ങിന് അങ്ങ് ബുക്ക് ചെയ്തു. അപ്പൊ അവൻ പറയുവാണ്, ഞാൻ വിളിച്ചത് എനിക്ക് കിട്ടി. അവൻ പറഞ്ഞൊരു പോയിന്റാ. അപ്പോ അവനാ വിളിച്ചത് സീറ്റ് കിട്ടി. അത് തന്നെ ഒരു വലിയ അത്ഭുതമാണ്. അപ്പൊ അവിടെയൊക്കെ ധ്യാനത്തിന് ട്രൈ ചെയ്തിട്ടുള്ളവർക്ക് ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അറിയാമായിരിക്കും. വന്നിട്ട് അവൻ പറയാം, ആ ധ്യാനത്തിന് അവൻ തന്നെ ഒരുങ്ങി അങ്ങ് പോവാ. അപ്പൊ എന്നിട്ട് അവിടെ പോയി നന്നായിട്ട് കുമ്പസാരം, ഭയങ്കര ഒരു അനുഭവം, ഭയങ്കര ഒരു ഡെലിവറൻസ്. അച്ഛന്റെ പ്രാർത്ഥനാ ശുശ്രൂഷ, ഡെലിവറൻസ് ശുശ്രൂഷയാണ് അവിടുത്തെ. അപ്പൊ അങ്ങനെ വലിയൊരു വിടുതൽ കിട്ടും. അവൻ ഭയങ്കരമായിട്ട് ഈശോയെ സ്വന്തമാക്കാൻ പറ്റി എന്നുള്ള ഒരു അനുഭവം. അത് കഴിഞ്ഞ് അവൻ ഇറങ്ങിയതിനു ശേഷം അവൻ ആളാകെ അങ്ങ് മാറി. കുർബാനയ്ക്കൊന്നും പോകാതിരുന്ന, ഞായറാഴ്ച പോയാലും വഴിയിലൊക്കെ നിന്ന് കൂടിക്കൊണ്ടിരുന്ന ആ കുഞ്ഞ് പിന്നെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി. എല്ലാ ആഴ്ചയിലും കുമ്പസാരിക്കാൻ തുടങ്ങി. അപ്പോ അവൻ പറയും ബൈബിൾ വായിക്കാൻ തുടങ്ങി. ഇന്ന് അവന് വിദേശത്ത് നല്ല ഉന്നത പഠനം നടത്തുക. അപ്പൊ ഒന്നുമില്ലാതെ എല്ലാം ബ്ലോക്കായി ഇതിലെ അലഞ്ഞു നടന്നൊരു കുഞ്ഞാ. അപ്പൊ അതാ പറഞ്ഞു, മാതാവിന് അവൻ പറഞ്ഞൊരു പോയിന്റ്. അപ്പൊ ഈ പരിശുദ്ധ അമ്മയോട് അവന് ബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ ആ ബന്ധം ഉണ്ടായിരുന്നോണ്ട് ഉമ്മ അവനെ കൈപിടിച്ച് ഈശോയിലേക്ക് എത്തിച്ചു. അപ്പൊ അങ്ങനെ വലിയൊരു സംഭവം. അപ്പൊ അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടം പോലെ പറയാൻ കാണും. അപ്പൊ എന്റെ ജീവിതത്തിൽ ഒത്തിരി ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ വേറൊരു അനുഭവം ഓർക്കുന്നത്, ഒരു ഭയങ്കര പാപ അവസ്ഥ ആയിരുന്ന ഒരാൾക്ക് ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു ഉദ്ധരിയുണ്ട്, ഈ വെന്തിങ്ങ. അപ്പോ
ഞാൻ ഈ വെന്തിങ്ങം അത് വലിയൊരു പവർഫുൾ ആട്ടോ. നമുക്ക് സഭയുടെ അമ്മ വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് പ്രത്യക്ഷപ്പെട്ട് കൊടുത്ത് വലിയൊരു വാഗ്ദാനം, ഉദ്ധിര്യം ധരിച്ച് മരിക്കുന്ന ആരും നിത്യ നരകത്തില് വീഴാന് അനുവദിക്കുകയില്ല. അപ്പൊ അത് വലിയൊരു വാഗ്ദാനമാണ്. അപ്പോ ഞാൻ ഓർക്കുന്ന ഒരു സംഭവം ഇതാണ്. ഇപ്പോ ഞാനിങ്ങനെ എപ്പോഴും ഈ വെന്തിങ്ങം സൂക്ഷിച്ചു വെക്കും. ഞാൻ ഒരെണ്ണം ഡാമേജ് ആയ അടുത്ത് ഇടാൻ വേണ്ടി. അപ്പൊ അങ്ങനെ സ്പെഷ്യലായിട്ട് ഇങ്ങനെ വെഞ്ചരിച്ച് സൂക്ഷിച്ചു വെച്ച ഒരു വെന്തിങ്ങം ഒരു ദിവസം ഒരാൾക്ക് ഞാനിങ്ങനെ കൊടുക്കാൻ ഒരു ഭയങ്കര പ്രേരണ. അപ്പൊ ഞാൻ നോക്കിയപ്പോ അവൻ ഭയങ്കര തിന്മേല, കുമ്പസാരം ഒന്നും ഇല്ല, അങ്ങനെ ആയിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ ഞാന് അങ്ങനെ ശക്തമായിട്ട് അങ്ങനെ ഒരു പ്രേരണ കിട്ടിയപ്പോ ഞാൻ ആ വെന്തിങ്ങം നിനക്കൊരു സൂത്രം തരാം, നീ ഇട്ടോ എന്നും പറഞ്ഞ് ഞാൻ അവന് കൊടുത്തു. അത് കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ വിളിച്ചു. അവൻ അത് ഇട്ട് കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ, എനിക്ക് തോന്നുന്നു മാസങ്ങളായിട്ടുണ്ട് കുമ്പസാരിച്ചിട്ട്, വലിയ പറയാൻ അനുവാദമില്ലാത്ത വലിയ പാപത്തിലൊക്കെ ആയിരുന്ന ഒരു കുഞ്ഞാ. അപ്പൊ അത് ധരിച്ച് അടുത്ത ദിവസം തന്നെ അവൻ ഒത്തിരി അനുദപിച്ച് കുമ്പസാരിക്കുക. എന്നിട്ട് അവനൊരു ഒരു വീണ്ടും ഒരു 2, 3, 4 ആഴ്ച, ഏകദേശം ഒരു മാസം അടുത്ത് കഴിഞ്ഞേച്ച് എന്നെ ഇടയ്ക്ക് വിളിച്ചേച്ച് പറഞ്ഞൊരു അന്ന് ഇദ്ദേഹം തന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, എന്തെങ്കിലും ആ സംഭവം ഞാൻ അത് ഇട്ടേ പിന്നെ എനിക്ക് പാപം ചെയ്യാൻ പോകാൻ ആഗ്രഹമുണ്ട്, അതിനെല്ലാ സാഹചര്യവും ഞാനൊന്ന് ഒരുക്കും. പക്ഷെ എന്താണെന്നറിയത്തില്ല, സമയമാകുമ്പോ അത് ബ്ലോക്കായി ചെയ്യാൻ പറ്റുകയില്ല. അങ്ങനെ അവന് വലിയൊരു അനുഭവം കിട്ടി. പിന്നെ അവന്റെ ലൈഫ് മുഴുവൻ മാറും. നമ്മൾ ഈശോയിലേക്ക് വരുക. അപ്പോ ഇങ്ങനെ 100 കണക്കിന് അനുഭവങ്ങള് നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തില് പരിശോധിച്ചാല് പരിശുദ്ധ അമ്മയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോ അതുകൊണ്ട് എന്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്, പരിശുദ്ധ അമ്മയെ കുറിച്ച് പറഞ്ഞാല് ഒരുപക്ഷെ എന്റെ കണ്ണ് നിറഞ്ഞു പോകും. കാരണം അത്രമാത്രം ഞാൻ പറഞ്ഞ എനിക്ക് അമ്മ നഷ്ടപ്പെട്ടയാളാ. എന്റെ അമ്മ മരിച്ചുപോയ ആളാ. ഞാനിപ്പോ സെമിനാരി പഠിക്കുവായിരുന്നു. അപ്പോ ആ സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ അമ്മയ്ക്ക് ക്യാൻസർ രോഗമൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ ഓർക്കുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞാല്, അമ്മ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ, അമ്മ നഷ്ടപ്പെടുന്നതിന്റെ വേദന എന്നാന്നുള്ളത് അമ്മ നഷ്ടപ്പെട്ടവർക്ക് അറിയാം. സ്വന്തം അമ്മ, നമ്മള് അമ്മമാരോടാണല്ലോ കൂടുതലും നമുക്കൊരു അറ്റാച്ച്മെന്റ് ഒക്കെ ഉള്ളത്. അപ്പൊ പ്രത്യേകിച്ച് സെമിനാരിക്കാരെ സംബന്ധിച്ച് കൂടുതലും നമുക്ക് അമ്മച്ചിമാരോടായിരിക്കും കൂടുതൽ സ്നേഹമൊക്കെ കൂടുതലുള്ളത്. അപ്പോ ആ സമയത്ത് ഞാൻ ഓർക്കുക, അപ്പോ ഈശോ ഒരു സംഭവം കാണിക്കുക. അതായത് എന്റെ മമ്മിയെ ഈശോ കൊണ്ടുപോയപ്പോ പകരം ഈശോയുടെ അമ്മ എനിക്ക് തന്നു. അപ്പൊ എനിക്ക് ഒരു പക്ഷെ കാണാം, ഈ പുറകില് റോസാ മിസ്റ്റിക്ക മാതാവിന്റെ വലിയൊരു സ്റ്റാച്ചുവാണ്. അപ്പോ എനിക്ക് അതിനെക്കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ വലിയ ഇത് ഇങ്ങനെ കിട്ടുന്നത് വലിയൊരു ഭാഗ്യമാണെന്ന് പലരും, എനിക്ക് അന്ന് വലിയ അറിവില്ല. പിന്നെ എനിക്കത് മനസ്സിലാകുന്ന, അങ്ങനെ റയറായിട്ട് ഇങ്ങനെ അയച്ചു കിട്ടുന്ന ഒരു സംഭവമാണ്. അതായത് 2021 ഫെബ്രുവരി മാസത്തിലാ 1-ാം തീയതി എന്റെ മമ്മി മരിച്ചു പോകുന്നത്, നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോ അത് വലിയൊരു വേദനയാണ്. അപ്പോ ആ വർഷം തന്നെ 2021 ഡിസംബർ 1-ാം തീയതി എനിക്ക് ഈ പരിശുദ്ധ അമ്മയെ ലഭിക്കുക. അതിന്റെ ഒരു വലിയൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇത് ഇങ്ങനെ മെയിൽ അയക്കണോ അല്ലെങ്കിൽ ലെറ്റർ അയക്കണോ എന്നൊക്കെയാണ് എന്റെ സംവിധാനം. അപ്പൊ ഞാൻ ഒരിക്കലും അങ്ങനെ മെയിൽ അയച്ചിട്ടില്ല, ലെറ്റർ അയച്ചിട്ടില്ല. എന്റെ ഒരു കൂട്ടുകാരൻ അദ്ദേഹം ഡീക്കനാണ്. അപ്പൊ റോമിൽ പഠിക്കുന്ന ഡീക്കൻ. അപ്പൊ അദ്ദേഹം എനിക്ക് വേണ്ടി എന്റെ അഡ്രസ്സൊക്കെ എഴുതി ഇത് അയച്ചു തരുന്നവർക്ക് അയക്കുക. അപ്പോ അങ്ങനെ അയച്ച്, അപ്പൊ അതേ ആ വർഷം തന്നെ അദ്ദേഹം അയച്ച് ഏതാണ്ട് 3-4 മാസം കൊണ്ട്, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു നവംബർ 30-ാം തീയതി ഏതാണ്ട് ഇങ്ങനെ ഞാൻ അതും അതിന്റെ തലേദിവസം വല്ലാർപാടത്തൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു എറണാകുളത്തേക്ക് പോകുന്ന വഴിക്ക്, രണ്ടാമത്തെ ദിവസം ഇങ്ങനെ പോകുന്ന ആ ഒരു വഴിക്ക് ഇങ്ങനെ ഒരു കോൾ വരും, പോസ്റ്റ് ഓഫീസിൽ നിന്നാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നാ പോസ്റ്റ്, വലിയൊരു പാഴ്സൽ, ഒരു കൊറിയർ വന്നിട്ടുണ്ട്. അപ്പൊ അത് ഞങ്ങൾക്ക് എത്തിക്കാൻ പറ്റും, വന്ന് എടുക്കണം, വലിയ ഒരു. അപ്പൊ ഞാൻ മാതാവിന്റെ രൂപമാണെന്നാ തോന്നുന്നത്. ഞാൻ ഞെട്ടിപ്പോയി. ഞാനത് അദ്ദേഹത്തെ വിളിച്ചറിഞ്ഞപ്പോ പുള്ളിയും അത്ഭുതപ്പെടുക. കാരണം ഇത്രയും വലിയൊരു സ്റ്റാച്ചു അങ്ങനെ റയറായിട്ടാ കിട്ടുന്നതെന്ന് ഇങ്ങനെ പിന്നെ പറഞ്ഞപ്പോഴാ ഇത് കണ്ടത്. ഒത്തിരി പേര് പറഞ്ഞു ഇങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്, പക്ഷെ കിട്ടിയിട്ടില്ല എന്നൊക്കെ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ പറയാൻ അറിയത്തില്ല. അപ്പോ ഞാനപ്പോ ഓർക്കുവാണ്. അപ്പോ ഡിസംബർ 1-ാം തീയതി പരിശുദ്ധ അമ്മ വീട്ടിലോട്ട് വരിക എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുക. അപ്പൊ അതൊരു ബോക്സിന്റെ അകത്താ. അപ്പൊ ഇത് എവിടെ വെക്കണോ എങ്ങനെ വെക്കണോ ഒന്നും അറിയത്തില്ല. കാരണം ഇതില് എന്താ സംഭവം, ഇത് ഇത്രയും വലിയ രൂപമോ അതിന് വെക്കാനുള്ള സ്പേസോ അങ്ങനെ ഒന്നുമില്ല. അപ്പോ ഞാൻ ആ ബോക്സ് പോലും തുറക്കാതെ ഇങ്ങനെ കട്ടിലേല് ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു. അപ്പൊ എന്നാ ചെയ്യേണ്ടത് എനിക്കൊന്നും അറിയത്തില്ല. ഇത് എവിടെയാ വെക്കേണ്ടത്, അത് ഞാൻ പ്രത്യേകം പ്രാർത്ഥനാ മുറി അങ്ങനെ ഉണ്ടാക്കി വെക്കണം അങ്ങനെയല്ല. അപ്പൊ വീണ്ടും ഉള്ളിൽ നിന്ന് പറയും, അവിടെ ഒന്നും അല്ല വെക്കേണ്ടത്, നിന്റെ മുറിയിൽ തന്നെയാ ഇത് വെക്കണ്ടേ. അപ്പൊ ഞാൻ ഓർത്ത് അത് എങ്ങനെ വെക്കും, ഒന്നും അറിയത്തില്ല. അപ്പൊ പറയാം, ഡിസംബർ 8-ാം തീയതി മാതാവിന്റെ അമലോത്ഭവ തിരുനാളാണല്ലോ, ആ തിരുനാൾ ദിവസം
അത് വെഞ്ചരിച്ച് വെക്കാൻ പറയും. അപ്പോ ഈ രൂപം പള്ളിയിൽ കൊണ്ട് വെഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, വലിയ ലോറി വിളിച്ചുകൊണ്ട് പോകണം. അപ്പോൾ ഭയങ്കര പാടാ. അതും ആൾക്കാരെല്ലാം വലിയ കൗതുകത്തോടെ നോക്കും. അത് എനിക്ക് പക്ഷെ ഞാൻ ചെയ്യുന്നത്, അപ്പൊ തൊട്ടടുത്ത് ഒരു പള്ളി, പരിശുദ്ധ അമ്മയുടെ ഒരു പള്ളി ഉണ്ട് തൊട്ടടുത്ത്, ഞാൻ ആയിരിക്കുന്ന തൊട്ടടുത്ത് ഇടവ പള്ളി, മാതാവിന്റെ പള്ളി, സെന്റ് മേരീസ് പള്ളി. അപ്പോ ഞാന് അവിടുത്തെ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ ഒന്നും പേടിക്കണ്ട, ഞാൻ വീട്ടിലോട്ട് വന്ന് അത് വെഞ്ചരിച്ചു തരാം. വലിയ അത്ഭുതമായിട്ട് തോന്നി. അപ്പൊ അന്ന് ആ പള്ളിയിൽ മാതാവിന്റെ തിരുനാൾ നടക്കുന്ന ദിവസമാണ്. ആഘോഷമായിട്ടുള്ള വലിയ കുർബാനയും പായസം, നേർച്ചയും എല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ ആ കുർബാനയ്ക്ക് പോയി. 8-ാം തീയതി കുർബാനയ്ക്ക് പോയി. ആ കുർബാനയൊക്കെ കൂടി, കുർബാന കൂടി അപ്പത്തേക്ക് കുർബാന കഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും വികാരി അച്ഛൻ, പള്ളിയിലെ വികാരി, അപ്പൊ എല്ലാവരും തിരുനാളായതുകൊണ്ട് എല്ലാവരും അച്ഛനോടുള്ള സംഭാഷണം തിരക്കിന്റെ ഇടയിൽ. അപ്പൊ എന്നെ കണ്ടപ്പോഴേ അച്ഛൻ ചോദിച്ചു, നമുക്ക് വെഞ്ചരിക്കാൻ പോകണ്ടേ, വണ്ടി എടുക്കാൻ പോകും. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി. കാരണം പള്ളിയിലെ വികാരി അച്ഛനാ, തിരുനാളിന്റെ ദിവസമാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞു, നിനക്ക് പായസം വേണ്ടേ എന്ന് പറഞ്ഞ അച്ഛൻ മുറിയിലോട്ട് കയറി ചെന്ന് അവിടുത്തെ പള്ളിയിലെ തന്നെ ഒരു പാത്രത്തിന്റെ അകത്ത് മാതാവിന്റെ പായസമൊക്കെ നിറച്ച് അച്ഛൻ കൈ പിടിച്ച് നമുക്ക് പോവാം എന്ന് പറഞ്ഞപ്പോ അവിടുത്തെ കൈക്കാരൻ ചേട്ടന്മാരും അവിടെയുള്ളവരൊക്കെ ഇങ്ങനെ കൗതുകത്തോടെ നോക്കുക. ഞാൻ ഇടവക്കാരൻ പോലും അല്ല. എന്നിട്ട് അച്ഛൻ കൂടെ വന്നു. അച്ഛൻ ഈ മുറി വന്ന് ഇവിടെ വെച്ച് അത് വെഞ്ചരിച്ചു തരും. എന്നിട്ട് അച്ഛൻ പറഞ്ഞൊരു ചിന്ത ഞാനിപ്പോ മറക്കുകയില്ല. അതായത് അച്ഛൻ പറയാ, ഞാൻ ഈ ഒരു രൂപം കിട്ടാൻ വേണ്ടി, ഒരു പള്ളിയിലേക്ക് കിട്ടാൻ വേണ്ടി ഞാൻ ഒത്തിരി അയച്ചിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ഒരു മറുപടിയും കിട്ടിയിട്ടില്ല കേട്ടോ, വലിയൊരു ഭാഗ്യമാണ് എന്ന് പറയാം. അപ്പോൾ ആദ്യത്തെ ഒരു അനുഭവം അങ്ങനെ അച്ഛൻ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. അപ്പൊ എനിക്ക് കിട്ടിയ ഒരു ബോധ്യം ഇത്രേ ഉള്ളൂ. അതായത് എന്റെ അമ്മ ഈശോ കൊണ്ടുപോയപ്പോ പകരം ഈശോയുടെ അമ്മ ഇങ്ങതാണ്. അത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ, അമ്മ പോയാൽ പോകണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞ ഒരു അനുഭവം പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ നമുക്കെല്ലാം ഉറപ്പായിട്ടുള്ള ഒരു 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 അമ്മയാണ് പരിശുദ്ധ. നമ്മൾ സ്വന്തം പെറ്റമ്മ നമ്മളെ ഇതുപോലെ സ്നേഹിച്ചെന്ന് വരികയാണ്. അതുകൊണ്ടാണല്ലോ എനിക്ക് തോന്നുന്നത് കൊച്ചു ത്രേസ്യ പുണ്യവതിയാന്ന് തോന്നുന്നു ഇങ്ങനെ പറഞ്ഞിട്ട്, മാതാവിനോട് ഒരു ദിവസം കൊച്ചു ത്രേസ്യ പുണ്യവതി പ്രാർത്ഥിക്കുക. എന്നിട്ട് മാതാവിനോട് പറയാ, അമ്മേ മാതാവേ, ഞാന് നിന്നെക്കാളും ഭാഗ്യവതിയാണ്. എന്നാന്നറിയാവോ? കാരണം എനിക്ക് നിന്നെ പോലെ ഒരു അമ്മയുള്ളതുപോലെ നിനക്ക് ഇതുപോലെ ഒരു അമ്മയില്ലല്ലോ. മാതാവിനോട് പറയുന്നതാണ്, അമ്മേ മാതാവേ, ഞാൻ നിന്നെക്കാളും ഭാഗ്യവതിയാണ്. കാരണം എനിക്കുള്ളതുപോലെ, അതായത് നിന്നെ പോലെ ഒരു അമ്മ നിനക്കില്ലല്ലോ എന്ന് പറഞ്ഞ അമ്മ അതെന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. മാതാവിനോട് കൂട്ട് ഉള്ള ഒരാള് താഴെ പോകാൻ അമ്മ സമ്മതിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാൻ, മാധ്യസ്ഥം തേടാൻ. അമ്മയോട് മാധ്യസ്ഥം തേടുന്ന ആരും, ഞാൻ പറയും, ഉറപ്പായിട്ടും പറയും, ഇടയ്ക്ക് തളർന്നു പോവുകയല്ല. എന്ന് പറഞ്ഞാൽ തളർന്നു പോയാലും, എങ്ങാനും ഒരു വീഴ്ച സംഭവിച്ചാലും അവിടെ വീണ് കിടക്കാൻ അമ്മ സമ്മതിക്കുകയല്ല, പിടിച്ചു കയറ്റിക്കൊണ്ടുവരും. അതെന്ത് പ്രതിസന്ധി ആയിക്കോട്ടെ, നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന ആത്മീയമായിട്ടോ ഭൗതികമായിട്ടോ ഒക്കെയുള്ള എന്ത് പ്രതിസന്ധി ആയിക്കോട്ടെ, അമ്മയുടെ മാധ്യസ്ഥം തേടി ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. ഞാൻ എപ്പോഴും ഓർക്കുന്ന, എനിക്ക് കിട്ടിയ വലിയൊരു ചിന്ത ഇതാണ്. അതായത് നമ്മുടെ പ്രാർത്ഥനകള് ഒരു പക്ഷേ അങ്ങ് എത്തുമ്പോ അതൊരു പക്ഷേ ഈ വാടിക്കരിഞ്ഞ്, നമ്മുടെ യോഗ്യത വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയൊക്കെ വാടിക്കരിഞ്ഞ് ഉണങ്ങിയ ഇലയൊക്കെ വീണ് പോയ ഒരു പൂ പോലെയാണ് അങ്ങ് ചെല്ലുന്നതെങ്കിൽ, അത് അമ്മയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ, അമ്മ ഈശോയ്ക്ക് കൊടുക്കാവോന്ന് ചോദിച്ച മാധ്യസ്ഥ അപേക്ഷ, അമ്മയുടെ മാധ്യസ്ഥം തേടി ആ പ്രാർത്ഥന അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അമ്മ എന്നാ ചെയ്യുമെന്നറിയാവോ? നമ്മുടെ ഒരു ഉണങ്ങിക്കരിഞ്ഞ റോസാപ്പൂ വന്ന് മേടിച്ചേച്ച് അതൊക്കെ മാറ്റിയിട്ട് അമ്മ നല്ല ഒന്നാം തരം, അമ്മയുടെ യോഗ്യതയിൽ നല്ല ഒന്നാം തരം ബൊക്കെ, നല്ല അടിപൊളി ഒരു ബൊക്കെ ഉണ്ടാക്കിയിട്ട് അത് ഈശോയ്ക്ക് കൊടുത്തേച്ച് പറയും, ഈശോയെ, ഈ കൊച്ചു തന്നതാണ് കേട്ടോ നിനക്ക് തരാൻ. അതാണ് അമ്മയുടെ പ്രത്യേകത. അപ്പം അമ്മയുടെ മാധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കുവാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഈസിയാണ്. പിന്നെ വേറൊരു സംഭവം കൂടെയുണ്ട്. നമുക്ക് നമ്മുടെ ആത്മാവിന് നാശം ഉണ്ടാകുന്ന ചില കാര്യങ്ങളാണെങ്കിൽ അതിന് ചിലപ്പോ ചില ഡിലേസ് ഒക്കെ വരും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത്, എനിക്ക് നിന്നെക്കുറിച്ചുള്ള ഒരു പദ്ധതിയുണ്ട്, നിന്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണെന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും മെഡിറ്റേറ്റ് ചെയ്യേണ്ട ഒരു ചിന്ത എന്ന് പറഞ്ഞത്, അത് ഭൗതികമായ നേട്ടങ്ങൾ മാത്രമാണെന്ന് ഓർക്കരുത്. നിന്നെക്കുറിച്ച് ആ ക്ഷേമത്തിനുള്ള പദ്ധതി എന്ന് പറഞ്ഞാൽ എന്നെ നിത്യതയിലേക്ക് എത്തിക്കാനുള്ള വലിയൊരു പദ്ധതി, നിത്യജീവൻ. നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഇവിടെ ഈ ഭൂമിയുടെ പശ്ചാത്തലത്തിൽ ഭൗതിക നേട്ടങ്ങൾ അല്ല, അവിടെ വീഴ്ചകളോ തകർച്ചകളോ ഏറ്റക്കുറച്ചിലുകളോ ഒക്കെ വരുമ്പോ ഇതെന്താ എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നതെന്നൊക്കെ നമ്മൾ ചിന്തിച്ചു. പക്ഷെ നമ്മൾ ഇതിനപ്പുറത്തേക്കുള്ള ഒരു തലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. ശരിക്കും നമ്മൾ ഇവിടെ നിൽക്കേണ്ടവരല്ലല്ലോ.
നമ്മൾ ഇതിനപ്പുറം പോകേണ്ടവരാ. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഭൂമിയല്ല. ഈ ഭൂമി എന്ന് പറയുന്നത് മൊത്തം മാറുന്നതാണ്. നമ്മൾ കണ്ടത് മൊത്തം ചേഞ്ചസ് ആണ് അല്ലെ? കാലാവസ്ഥ നമ്മൾ ആരും ചിന്തിക്കുന്നവരൊന്നും നിൽക്കുന്നില്ല. ഇതൊന്നും നിലനിൽക്കുന്നതല്ല. നിലനിൽക്കുന്നത് ഒന്നേ ഉള്ളൂ. എന്താണ് അത്? ദൈവത്തിന്റെ വചനമാണ്. അപ്പൊ നമ്മളെപ്പോഴും സ്വപ്നം കാണേണ്ടത് ഈ ഭൂമിയെ അല്ല, അതിനപ്പുറത്തെ ലൈഫാണ്. അതാണ്. അപ്പൊ ആ ഒരു യാത്രയ്ക്ക് നമ്മളെ സഹായിക്കുന്നതാണ് പരിശുദ്ധം. നമ്മൾ നേടുന്ന പേര്, പെരുമ, പ്രശസ്തി, സ്ഥാനമാനങ്ങള്, സമ്പത്ത്, നമ്മുടെ വിദ്യാഭ്യാസ മേഖലകള്, നേട്ടങ്ങള് എന്തെല്ലാം ഉണ്ടായിക്കോട്ടെ, ഇതൊന്നും നമ്മൾ കൊണ്ടുപോകുന്നുണ്ടോ? ഒന്നും കൊണ്ടുപോകുന്നില്ല. തിരിച്ചു പോകുമ്പോൾ എല്ലാം ഇവിടെ ഇട്ടേച്ചാ പോകുന്നത് അല്ലേ? നമ്മൾ നേടിയ എത്ര സമ്പത്ത്, കോടീശ്വരനായിക്കോട്ടെ, കോടികൾ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചാ ആയിക്കോട്ടെ, നമ്മൾ മരിച്ചു പോകുമ്പോൾ ഞാൻ ഒരു രൂപ പോലും കൊണ്ടുപോകുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ പഠിച്ച് അങ്ങ് PhDയും അതിന്റെ അപ്പുറത്തെ സാധനവും ഒക്കെ, പോസ്റ്റ് ഡോക്ടർ അങ്ങനെ വലിയ സാധനമൊക്കെ നേടിയവരായിക്കോട്ടെ, പക്ഷെ നമ്മൾ പോകുമ്പോൾ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് നമ്മൾ കൊണ്ടുപോകുന്നുണ്ടോ? ഇല്ല. അതല്ലേ നമ്മൾ ഈശോയുമായിട്ട് ബന്ധം ഉണ്ടേല്, അല്ലെങ്കിൽ നമ്മൾ നേടിയ നന്മ, ആ ഒരു ബന്ധം ഉണ്ടേല് നമ്മൾ പോകുമ്പോ ആ നന്മകള് ഈശോ തന്നെ വരും. പരിശുദ്ധ അമ്മ ഈശോയും കൂടെ വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. അപ്പൊ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ, അതൊന്നുമല്ല, പരിശുദ്ധാത്മാവിന്റെ ഒരു അനോയിന്റിങ് നമുക്ക് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകം നിറയാൻ വേണ്ടി നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമാണ്. അമ്മയോട് പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പെട്ടെന്ന് കിട്ടാൻ എളുപ്പം. അതായത് നമ്മൾ കാണുന്നുണ്ടല്ലോ, അമ്മ എലിശാമയെ സന്ദർശിക്കാൻ പോകുന്നത്. അത് നമ്മള് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാന്ന് പറഞ്ഞാൽ, പാരമ്പര്യങ്ങളൊക്കെ നോക്കുമ്പോൾ മനസ്സിലാകാം, അവര് ചാർച്ചക്കാര്, കുടുംബക്കാരാ. അപ്പോ അമ്മയെ ചെറുപ്പത്തിലെ ദേവാലയത്തിൽ അന്ന യുവാക്കിൻ ദമ്പതിമാരുടെ ഒരു മോളാണല്ലോ. അവരുടെ വാർദ്ധക്യത്തിൽ ഒരു കുഞ്ഞാണ് പരിശുദ്ധ അമ്മ. അത് നമുക്ക് പാരമ്പര്യങ്ങളിൽ നിന്നാണ് അത് മനസ്സിലാക്കുന്നത്. വന്നിട്ട് അതൊരു പ്രത്യേക ജനനമായിരുന്നു. സാധാരണ ഒരു ജനനം പോലെയല്ല, ഒരു പ്രത്യേക ജനനം തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ എന്ന് പറയുന്നുണ്ട്. അപ്പോ ആ അമ്മയെ ചെറുപ്പത്തിൽ തന്നെ ദേവാലയത്തിൽ സമർപ്പിക്കും. ഇപ്പോ സക്കറിയ പുരോഹിതനാണ്. അപ്പോ ദേവാലയത്തില് സക്കറിയ, എലിശാമയൊക്കെയാണ് അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് എന്ന് പറഞ്ഞാൽ, അന്വേഷണമൊക്കെ ഇരുന്നതെന്നൊക്കെ ഉള്ളതും പാരമ്പര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോ എലിശാമയെ ശുശ്രൂഷിക്കാൻ വേണ്ടി അമ്മ പോകുമ്പോ എന്റെ അത് വലിയൊരു സംഭവം, തിടുക്കത്തിൽ പോയി. നേരത്തെ സൂചിപ്പിച്ച പോലെ മേരി ഇൻ ഹേസ്റ്റ്, അതായത് തിടുക്കത്തിലാണ്. അമ്മയുടെ എല്ലാ കാര്യങ്ങളും തിടുക്കത്തിലാണ്. ഹലോ, സമയമായോ? ഇല്ല ബ്രദറെ, പറഞ്ഞോളൂ. അപ്പൊ തിടുക്കത്തിലാണ്. അപ്പം ആ തിടുക്കത്തിൽ ചെയ്യുന്ന ആ ഒരു തലത്തെ കുറിച്ച്, അപ്പോ ഈ മാതാവിന്റെ ആ ഒരു ശുശ്രൂഷ അങ്ങനെയാ. അപ്പൊ അമ്മ അവിടെ ചെല്ലുമ്പോ നമ്മൾ വായിക്കുന്നുണ്ട്, അതായത് ലൂക്കാസ് സുവിശേഷം നമ്മൾ കാണുന്നുണ്ട്, അതായത് സക്കറിയയുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്യുന്നു അല്ലേ? അപ്പോ ആ എലിസബത്തിനെ അഭിവാദനം ചെയ്ത അഭിവാദന സ്വരം കേട്ട മാത്രമേ, അതായത് കേട്ടപ്പോൾ തന്നെ എലിസബത്തിന്റെ ഉദരത്തില് ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എന്നിട്ട് തുടർന്ന് പറയാണ്, ഇതാ എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്. അതൊന്ന് മെഡിറ്റേറ്റ് ചെയ്ത് നോക്കണം. അതായത് അന്ന് മൊബൈൽ ഫോണുള്ള കാലഘട്ടമല്ല, വാട്സാപ്പോ സോഷ്യൽ മീഡിയ ഒന്നുമില്ല. അങ്ങനെ യാത്ര ചെയ്യണം, മലമ്പ്രദേശത്ത് തിടുക്കത്തിൽ നടന്ന് യാത്ര അങ്ങനെയാ പോകുന്നത്. യാത്രകളെല്ലാം അന്ന് കഴുതപ്പുറത്തും അങ്ങനെയൊക്കെയാ. അപ്പോ മറിയത്ത് കുടുംബ എന്ന് പറഞ്ഞ സ്വന്തക്കാരിയാണ്, മോളെ പോലെ തന്നെയാണ്. അപ്പോ ഈ വരുന്നത് കർത്താവിന്റെ അമ്മയാണ് എന്നെങ്ങനെ എലിശാമ അറിഞ്ഞേ? വലിയൊരു സംഭവമാണ്. അതൊരു റെവലേഷനാണ്, വെളിപാടാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോ തിരിച്ചറിയുവാണ്, ഈ വരുന്നത് കർത്താവിന്റെ അമ്മയാണ്. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ഒരു അനോയിന്റിങ്ങിന്റെ ഒരു തെളിവ് തന്നെയാണ് ആ ഒരു വചനം കൂടെ. എന്റെ കർത്താവിന്റെ അമ്മ ഇവിടെ വരാൻ എനിക്കെന്തൊരു ഭാഗ്യം അല്ലെ, വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് അവിടെ നിന്ന്. എലിശാമ, പ്രായമായ അമ്മ കുഞ്ഞ് മറിയത്തെ കാണുമ്പോ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞേച്ച് ഉദ്ഘോഷിക്കുക, പറയുക, ഈ വരുന്നത് കർത്താവിന്റെ അമ്മയാണ്. അപ്പോ അത് നമുക്കൊന്ന് മെഡിറ്റേറ്റ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടാനും നമുക്ക് ഈ മാതാവിന്റെ മാധ്യസ്ഥം ഒത്തിരി ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. അപ്പോ ജപമാല ഒരിക്കലും മുടങ്ങരുത്.
കൂടെയുള്ള കുമ്പസാരം, കുർബാന അതൊന്നും നിങ്ങളൊന്നും മുടക്കുന്നില്ലായിരിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബലഹീനതകളും കുറവുകളും പോലെ നമ്മളെല്ലാവരും ആരും പൂർണ്ണരല്ലല്ലോ. അപ്പോ ഈ അപൂർണതകൾ ഉള്ളപ്പോ അതിനെ നിറവാക്കുന്ന ഒരു മാധ്യസ്ഥം പരിശുദ്ധ അമ്മയുടേതാണ്. അപ്പോൾ അതാണല്ലോ പാപികളുടെ സങ്കേതം. നമുക്ക് ഉറപ്പായിട്ട് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു സങ്കേതമാണ് പരിശുദ്ധ അമ്മ, അല്ലെ? പാപികളുടെ സങ്കേതം. ഒരു സംശയവും വിചാരിക്കണ്ട. നിങ്ങൾ എന്ത് അവസ്ഥയിലാണേലും, ഒന്നും പറ്റുന്നില്ലേലും, അല്ലെ ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ലേലും അമ്മയുടെ അടുത്ത് പോയിരുന്ന് പറ, അമ്മേ മാതാവേ എനിക്ക് പറ്റുന്നില്ല, നമുക്ക് പറഞ്ഞാൽ മതി. അപ്പോ അമ്മ അത് ക്രമീകരിച്ച് നമ്മളെ പറഞ്ഞു തരും. നീ ഇന്ന അവൻ പറയുന്നത് പോലെ ഈശോയുടെ അടുത്തോട്ട് എത്തിക്കും. അപ്പൊ നമുക്ക് അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം, അമ്മയുടെ മക്കളായിട്ട് തീരാം. ഒത്തിരി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു മാധ്യസ്ഥം. അപ്പൊ അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ പിതാവിന്റെ പുത്രി, അല്ലെ? അല്ല, പിതാവിന്റെ പുത്രി, പുത്രന്റെ മാതാവ്, പരിശുദ്ധാത്മാവിന്റെ മണവാട്ടി, പരിശുദ്ധ ത്രിത്വത്തിന്റെ സ്വന്തമാണ്, അല്ലെ? അപ്പോ ദൈവകൃപ നിറഞ്ഞവളാണ്, അല്ലെ? ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. അപ്പൊ ആ കൃപ നമുക്കും നേടാൻ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോ കുരിശൻ ചുവട്ടിലെ യോഹന്നാനെ അമ്മ ഏൽപ്പിക്കുമ്പോ അത് എനിക്ക് കൂടെ ആണ് ഏൽപ്പിക്കുന്നത് നമ്മളെല്ലാം ധ്യാനിക്കുക. എന്റെ അമ്മ, ഞാൻ പറഞ്ഞല്ലോ, അറിയാതെയെങ്കിലും നിങ്ങൾ ആരെങ്കിലും പരിശുദ്ധ അമ്മേ ഞാൻ അമ്മയുടെ സ്വന്തമാണ് എന്ന് അറിയാതെയെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ട്, ആ പറഞ്ഞത് നമ്മൾ മറന്നു പോയാലും അമ്മ മറക്കുകയല്ല, നമ്മുടെ കൂടെ കാണും. ഒത്തിരി അനുഭവങ്ങൾ ചുറ്റും ഞാനത് കണ്ടിട്ടുണ്ട്. അമ്മയോട് നമ്മൾ അറിയാതെയെങ്കിലും അമ്മ ഞാൻ അമ്മയുടെ സ്വന്തമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മ നമ്മൾ ഉപേക്ഷിക്കുകയല്ല. എന്ന് പറഞ്ഞാൽ നമ്മളെ എങ്ങനെ സ്വർഗത്തിലേക്ക് എത്തിക്കും. ഒരു ലാസ്റ്റ് ഒരു സംഭവം കൂടെ പറഞ്ഞു, തമാശ പോലത്തെ ഒരു സംഭവം. ഇതൊന്ന് പാതിരിപ്പിയാണോ പറഞ്ഞിട്ടുള്ളത്, എങ്ങനെ ഒരു കഥ പോലെ എവിടെയോ ധ്യാനത്തിന് എവിടെയോ കേട്ടുള്ള ഒരു സംഭവം കൂടെ പറഞ്ഞ് അവസാനിക്കും. അതായത് ഒരിക്കല് പത്രോസ്ലീഹ ഒരു പരാതി ഈശോയുടെ അടുത്ത് പറഞ്ഞു. പത്രോസ്ലീഹയാണ് സ്വർഗത്തിന്റെ താക്കോൽ സൂക്ഷിക്കുന്നതെന്ന് ആണല്ലോ. അപ്പൊ കണക്കൊക്കെ എടുത്ത് എല്ലാം ശരിയാക്കി നോക്കി, സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നൊക്കെ ലിസ്റ്റ് നോക്കി എല്ലാം എണ്ണി പറക്കി കയറ്റുകാർക്കൊക്കെ ചെയ്യുന്നത് പത്രോസ്ലീഹ. അത് കഥയാട്ടോ. അപ്പോ പത്രോസ്ലീഹ ഒരിക്കൽ ചെന്ന് മാതാവിനോടൊരു കംപ്ലൈന്റ് പറയാ, അല്ല ഈശോയോട് ഒരു കംപ്ലൈന്റ്, അതെ താക്കോൽ അങ്ങ് പിടിച്ചോ, എനിക്ക് ഈ പരിപാടി പറ്റിയല്ല. ഈശോ ചോദിക്കും, ഇതെന്നാ പരിപാടി, എന്നാ പറ്റി, എന്നാ പറയാ, ഞാൻ ഈ ലിസ്റ്റ് എല്ലാം നോക്കി ഇങ്ങനെ നരകത്തിൽ പോകേണ്ടവരെ അങ്ങോട്ടൊക്കെ പോകേണ്ടവരെയൊക്കെ പറഞ്ഞു വിടുമ്പോ, എന്നിട്ട് ഞാൻ അവരെല്ലാം പൂട്ടി പുറത്താക്കിയിട്ട് ഞാൻ തിരിച്ചു വരുമ്പോ ഈ പറഞ്ഞ ആൾക്കാരെല്ലാം അകത്തിരിപ്പുണ്ട്. പിന്നെ ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായേ, അതായത് ഈ ഞാൻ ആരെയെല്ലാം പറഞ്ഞു വിടുന്നു അവിടെയെല്ലാം ഈ ജനലിൽ കൂടെ മാതാവ് പിടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുക അകത്തോട്ട്. മനസ്സിലായോ? ആ പാപികളുടെ സംഖ്യ എന്ന് പറഞ്ഞാൽ എല്ലാ തോന്നിവാസം ചെയ്ത് മാതാവിന്റെ അടുത്ത് പോകാന്നല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലായിക്കോണം. അതായത് പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം നമ്മൾ തേടിക്കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് ഒരിക്കലും കുമ്പസാരവും കുർബാനയും ഒന്നും നഷ്ടപ്പെട്ട് മരിക്കാൻ ഇടയാകില്ല. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമ്മുടെ ആത്മാവ് ഏത് മാനവഭാവ അവസ്ഥയിലാണേലും പോലും അമ്മ അതിന് തിരുത്താനുള്ളൊരു മാധ്യസ്ഥം നമുക്ക് തരും എന്നുള്ളൊരു പോയിന്റ്. അതാണ് ഇത് ഈ ഉദ്ധരിയൊക്കെ ധരിച്ച് മരിക്കുന്നവരുടെ ആത്മാവ് ഒരിക്കലും നിത്യ നരകത്തിൽ വീഴാൻ ഞാൻ അനുവദിക്കുക എന്ന് പറഞ്ഞാൽ അതിട്ടോണ്ട് പാപം ചെയ്യാന്നുള്ള അർത്ഥമല്ല കേട്ടോ. അതിട്ടേച്ച് എന്ത് പാപം ചെയ്യണ്ട, അത് ധരിച്ചു കഴിഞ്ഞാല് ആ പാപത്തോടൊക്കെ ഒരു 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 ഇഷ്ടക്കേട്, ഒരു വെറുപ്പ് നമുക്ക് തോന്നും പാപത്തോട്. എന്നിട്ട് ആത്മീയ കാര്യങ്ങളോട് എനിക്ക് താല്പര്യം, മാതാവിനോട് ബന്ധമുണ്ടെങ്കിൽ പാപത്തെ ഉപേക്ഷിച്ച് ആത്മീയ കാര്യങ്ങൾ വലിയൊരു തീഷ്ണ, വചനം വായിക്കാന്, പ്രാർത്ഥിക്കാന്, ജപമാല ചൊല്ലാന്, കുർബാനയ്ക്ക് പോകാന്, സംസാരിക്കാന് ഒന്നും മുടക്കിയാല അത് നമ്മളെ കൊണ്ടുപോകാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് നമുക്ക് അമ്മയുടെ മക്കളായിട്ട് തീരാം. അമ്മയുടെ ജന്മ തിരുനാളാണല്ലോ. അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, ഈ ഫീസ്റ്റ് ഡേയ്സിൽ നമ്മൾ സമ്മാനം ചോദിക്കുമല്ലോ, അല്ലെ? ഗിഫ്റ്റ് ചോദിക്കും. അപ്പൊ മാതാവിനോടൊന്ന് മാധ്യസ്ഥം തേടി നമുക്ക് അമ്മയുടെ തിരുനാളാണല്ലോ, ഇന്ന ഒരു പുണ്യം, അത് ഭൗതിക നേട്ടമല്ല, ആത്മീയമായിട്ടുള്ള ഒരു ഗിഫ്റ്റ് നമുക്ക് മാതാവിനോട് മാധ്യസ്ഥം തേടാം. അങ്ങനെ നമുക്ക് പരിശുദ്ധ അമ്മയുടെ സ്വന്തമായിട്ട് തീരാം. അപ്പൊ ഒത്തിരി സന്തോഷം. നമുക്ക് എല്ലാവർക്കും ഈശോയുടെ വലിയൊരു സാന്നിധ്യം നമുക്ക് അനുഭവിച്ച്, അതിലൂടെ നമുക്ക് അനുഭവിച്ച് പ്രാർത്ഥിക്കാം.